ഇത് നമ്മുടെ മൂന്നാറിന് പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് നമ്മൾ നേര്യമംഗലം ചെന്നിട്ട് നേര്യമംഗലം തന്ന് നേരെ മാമലക്കണ്ടം ആണ് പോകുന്നത്. അപ്പോൾ നേര്യമംഗലം ചെറിയ പാലം കയറി വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നേര്യമംഗലം എത്താറായിട്ടുണ്ട്. അപ്പോൾ നേര്യമംഗലം ചെന്നിട്ട് വേണം അവിടുത്തെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലവും കടന്ന് പോയി 1 കിലോമീറ്റർ കഴിയുമ്പോൾ 1-2 കിലോമീറ്റർ കഴിയുമ്പോഴാണ് മാമലക്കണ്ടത്തേക്കുള്ള റൂട്ട് വരുന്നത്. നമ്മൾ ഇപ്പോൾ നേരെ നേര്യമംഗലം എത്താൻ പോവുകയാണ്. ഇവിടെ മൊത്തം മലനിരകളാൽ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമായതിനാൽ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ കയറി പോകുന്നിടം കണ്ടോ, ആ വണ്ടികൾ പോകുന്നത് കണ്ടോ, അവിടെ നമ്മൾ കറങ്ങി ചെല്ലും. അവിടെ കറങ്ങി ചെല്ലുന്ന അവിടെ നിന്ന് നേരെ ഇറങ്ങുമ്പോഴത്തേക്കും നേര്യമംഗലം ടൗൺ എത്തും. ഈ നേര്യമംഗലം ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കരിക്കും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ കടന്ന് കയറി പോന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഈ കയറ്റം കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇറങ്ങിനോടത്താണ് നേര്യമംഗലം. നേര്യമംഗലത്തിന് തൊട്ട് മുമ്പ് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി നേരെ കയറിപ്പോയി കഴിഞ്ഞാൽ നേരെ ഇടുക്കിക്കാണ് കയറി പോകുന്നത്. നേര്യമംഗലം എത്തിയിട്ട് നേര്യമംഗലത്തു നിന്നും റൈറ്റ് കയറി ഇടുക്കിക്ക് പോകാൻ പറ്റും. അപ്പോൾ നേര്യമംഗലത്ത് നേരെ തന്നെ നേര്യമംഗലം ബ്രിട്ടീഷുകാരുണ്ടാക്കി ചെറിയ പാലവും കടന്ന് പോകുന്നത് നേരെ മൂന്നാറിനാണ്. അപ്പോൾ മൂന്നാറിന് പോകുന്ന റൂട്ടിൽ ചീയാപ്പാറയ്ക്ക് 1.5 കിലോമീറ്റർ മുമ്പാണ് നമ്മൾ മാമലക്കണ്ടത്തിന് തിരിഞ്ഞത്. ഏകദേശം ആ കാണുന്ന മലനിരകളുടേക്ക് അപ്പുറത്തായിട്ട് വരും മാമലക്കണ്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മല കയറി തന്നെ പോകണം. അപ്പോൾ നമ്മുടെ 4x4 താർ റോക്സ് മേടിച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് മല കയറിയുള്ള ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ അടിപിടിച്ച് പൊളിച്ച് പോയി. അപ്പോൾ ഈ കണ്ടോ മലനിരകളൊക്കെ നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയുള്ള മലനിരകളാണ്. ഇവിടേക്ക് റോഡിൻ്റെ പണി നടക്കുകയാണ്. വീതി കൂട്ടാനുള്ള പരിപാടിയാണ്. മൊത്തം റോഡ് വീതി കൂട്ടി പോവുകയാണ്. ഇതിൻ്റെ താഴേക്കും മതിയ കൊക്കയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. താന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ നമ്മൾ നേരെ ഏകദേശം നേര്യമംഗലം എത്താറായി. അതിന് തൊട്ടുമ്പോഴുള്ള ബാറാണിത്. ഈ ബാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൈറ്റ് തിരിഞ്ഞ് നേരെ ഇറക്കം തുടങ്ങുകയാണ്. നമ്മൾ കുന്നിൻ്റെ മുകളിലേക്ക് ഏകദേശം എത്തി. ഇനി ഇവിടുന്ന് തൊട്ട് നമുക്ക് ഇറങ്ങണം. അപ്പോൾ ഇവിടെ നിന്നും വഴി വീതി കൂട്ടുള്ള പണികൾ മൊത്തം നടക്കുകയാണ്. വേണ്ട, ഇവിടെ നിന്നൊക്കെ മൊത്തം പണി നടക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മൾ വണ്ടി ഇച്ചിരി സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പോയില്ലെങ്കിൽ പണി കിട്ടും. കാരണം മൊത്തം ലെഫ്റ്റ് സൈഡ് പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് പോകും തോറും വീതി കുറഞ്ഞ് സിംഗിൾ റൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുതൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ച് പോകേണ്ടതാണ്. അത്രയധികം വഴി ഇടുങ്ങിയതാണ്. അപ്പോൾ രാത്രി കാലങ്ങളിലേക്ക് ഇതുവഴി പോകുന്നവർ നോക്കി കണ്ട് പോവുക. ഇത് മൊത്തം കൊക്ക പ്രദേശമായതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ആളുകൾക്ക് അപകടം വരാൻ നല്ല സാധ്യതയുണ്ട്. ഇവിടേക്കും റോഡിൻ്റെ വീതി കൂട്ടുന്ന പണികളാണ് നടക്കണേ. അപ്പോൾ രാത്രിയിൽ വന്നാൽ പെട്ടെന്ന് ബോർഡൊന്നും കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു പോവുക. മൂന്നാർ യാത്ര ചെയ്യുന്നവരേക്കും അത്രയധികം സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ യാത്ര ഏകദേശം നേര്യമംഗലം എത്താൻ പോവുകയാണ്. ഇവിടേക്കും വീതി കൂട്ടുന്നതുകൊണ്ട് തന്നെ മതിയ ബ്ലോക്കിലാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, കുരങ്ങയ്ക്ക് ഇരിക്കുന്നുണ്ട്. കുരങ്ങയ്ക്കും സന്തോഷപൂർവ്വം ഇരിക്കുന്നുണ്ട്. കുരങ്ങളെ ഏറ്റവും അധികം കാണാൻ പറ്റുന്നത് നമ്മൾ ചീയാപ്പാറയ്ക്ക് എത്തിയാലാണ് കാണാൻ പറ്റുന്നത്. കണ്ടോ, താഴെ വീതി കൂട്ടി പോകുന്നതിൻ്റെ ആണ് കാണുന്നത്. അപ്പോൾ ഡേഞ്ചർ ബോർഡൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷേ രാത്രിയിൽ പോയാൽ ഈ ബോർഡൊന്നും നമ്മൾ കാണുകയില്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആലുവ മൂന്നാർ ഹൈവേയിലെ പണികൾ കാരണം നടക്കുന്ന ഇത് തീരെ വീതിയില്ലായ്മയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് പോവുക, യാത്ര ചെയ്യുക. വളരെയധികം ശ്രദ്ധയോടെ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ ഏകദേശം നേര്യമംഗലം എത്താൻ പോവുകയാണ്. ഇനി ഇറങ്ങിച്ചെല്ലുന്ന സ്റ്റോപ്പ് നേര്യമംഗലമാണ്. നേര്യമംഗലം എത്തിയിട്ട് അവിടെ നിന്ന് 1 കിലോമീറ്റർ എത്തേണ്ട അതിനു മുമ്പ് നമ്മുടെ ബ്രിട്ടീഷുകാർ പണിത പാലം എത്തും. ഇവിടുന്ന് തന്നെ നമുക്ക് താഴേക്ക് നോക്കിയാൽ പാലം കാണാൻ പറ്റും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് നേരെ താഴെ ചെന്നിട്ട് തിരിഞ്ഞ് കറങ്ങിയാണ് ചെല്ലുന്നത്. അവിടെ നിന്ന് ആ വെള്ളക്കെട്ട് പോലെ കാണുന്നുണ്ടോ, അവിടേക്കാണ് നേര്യമംഗലം പാലം വരുന്നത്. നമ്മൾ ഏകദേശം നേര്യമംഗലം എത്താൻ പോവുകയാണ്. നേര്യമംഗലം
കടന്നു പോകണം നമുക്ക് നേരെ മാമലക്കണ്ടം പോകാനായിട്ട്. അപ്പോൾ ചീയാപ്പാറ എത്തുന്നതിന് 1.5 കിലോമീറ്റർ മുമ്പ് നമ്മൾ വീണ്ടും മല കയറിയാണ് പോകുന്നത്. ഈ മല കയറലല്ല, യഥാർത്ഥത്തിലുള്ള മല കയറൽ മാമലക്കണ്ടം മല കയറുമ്പോഴാണ് മല. ഇപ്പോൾ വഴി എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നേരത്തെ വളരെ മോശപ്പെട്ട വഴിയായിരുന്നു, ഇപ്പോൾ നല്ല വഴികളാണ് മൊത്തം എല്ലായിടത്തും. കഴിഞ്ഞ ദിവസം പോയവരൊക്കെയും പറഞ്ഞ നല്ല വഴികളാണെന്നാണ്. നമ്മുടെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാമലക്കണ്ടം യാത്ര ഏതായാലും നേര്യമംഗലം ടൗൺ എത്തിയിരിക്കുകയാണ്. ഇതാണ് നേര്യമംഗലം ടൗണ്. നേര്യമംഗലം ടൗൺ കാണാത്തവരേക്കും കണ്ടോളൂ. ഈ നമുക്ക് അധികം ദൂരമൊന്നും പോകേണ്ടതില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം പാലം എത്താറായിട്ടുണ്ട്. നേര്യമംഗലം പാലം കാണാത്തവരേക്കും കാണാൻ റെഡിയായി നിന്നു. ഇതിൽ തന്നെ നമ്മുടെ നേര്യമംഗലം പാലം എത്തുന്നതാണ്. ഒരു ചെറിയ പാലമാണ്. ഏകദേശം നമ്മൾ ടൗൺ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാർ യാത്ര ചെയ്തിട്ടില്ലാത്തവർക്ക് ഈ യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ. നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നേര്യമംഗലത്തുള്ള പമ്പ്, ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പാലത്തോടടുക്കുകയാണ്. ഈ വളവ് തിരിഞ്ഞ് ചെല്ലുന്നത് നേരെ പാലമാണ്. പാലത്തിലെത്തപ്പെട്ട് കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഒരു വണ്ടികൾക്കാണ് പോകാൻ പറ്റുള്ളൂ, 2 വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല. അതുപോലത്തെ പാലാണ്. അന്ന് ബ്രിട്ടീഷുകാർ പണിത പാലമായതുകൊണ്ട് തന്നെ തീരെ വീതി കുറഞ്ഞ പാലാണ്. നമ്മൾ ഏകദേശം പാലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് പാലം. കാരണം നമ്മൾ നേര്യമംഗലം പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടുന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബ്ലോക്കിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി ആ വണ്ടികൾ അവിടുന്ന് വരുന്ന വണ്ടികളെല്ലാം കടന്നു പോയതിനു ശേഷം വേണം നമുക്ക് ഈ പാലം കയറി പോകാനായിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ നേര്യമംഗലം യാത്ര എന്ന് നമുക്ക് നോക്കുക. നമ്മൾ നേര്യമംഗലം യാത്രയല്ല, നമ്മൾ നേരെ മാമലക്കണ്ടത്തേക്കുള്ള യാത്രയാണ്. നമ്മൾ ഇതുവരെ മാമലക്കണ്ടം പോയിട്ടില്ല. സ്ഥിരം മൂന്നാറൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ടെങ്കിലും മാമലക്കണ്ടം നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാമലക്കണ്ടത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഇത് നോക്കൂ, ഇവിടേക്കും എല്ലാ സ്ഥലത്തും പണികൾ നടക്കുകയാണ്. ഇനി പുതിയ പാലം ഇവിടുന്ന് വന്ന് പോകുന്നതാണ്. അപ്പോൾ അതോടുകൂടി ഇവിടുത്തെ യാത്രാ ക്ലേശം കുറയുന്നതാണ്. എന്തായാലും നേര്യമംഗലം മൂന്നാറിലേക്ക് പുതിയ പാലം പണിത് തുടങ്ങിയിട്ടുണ്ട്. വഴിയുടെ തിരക്ക് കാരണം പുതിയ പാലയ്ക്കും വന്നു ഉടൻ തന്നെ പാലം പണിയുന്നതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്ന വണ്ടികളേക്കും കടന്നു പോയി. നമ്മളിവിടുന്ന് ചെറിയ പാലം കയറാൻ പോവുകയാണ്. ഓരോ സമയത്ത് 2 വണ്ടികൾ കിടക്കാൻ പറ്റത്തില്ല. ഒരു റൂട്ടിലേക്ക് ഒരു വണ്ടി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളിവിടുന്ന് കയറി പോവുകയാണ്. ഇതാണ് നമ്മുടെ നേര്യമംഗലം പാലം. നേര്യമംഗലം പാലം കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ. അങ്ങനെ ഒരു സമയത്ത് ഒരേ വണ്ടിക്ക് മാത്രമാണ് പോകാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ നേര്യമംഗലം പാലം. അപ്പോൾ നേര്യമംഗലം പാലത്തിൽ തൊട്ട് ചേർന്ന് തന്നെ പുതിയ പാലം പണിതുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ പാലം പണിത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വീതിയോടുകൂടി ഇതുപോലെ ബ്ലോക്കില്ലാണ്ട് കയറി പോകാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ കൂടെ കൂടുക. ഓക്കെ, ബൈ.